ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ കൊമേഴ്സ് ഈസി നോട്ട്സ്. നമ്മൾ ഇന്ന് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂവിൽ എങ്ങനെയാണ് റിഡംഷൻ നടത്തുക എന്നുള്ളത് നോക്കി. ഇന്നത്തെ വീഡിയോ കവർ ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ എങ്ങനെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്? ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഡിവിസിബിൾ പ്രോഫിറ്റ്സ് യൂസ് ചെയ്ത് കമ്പനി പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാണ്. അതിനെയാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ്? ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കമ്പനി സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഫിറ്റിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയാം. ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്നും ഇതിനെ പറയുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് ഈ ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ്? അതിൽ ജനറൽ റിസർവ്സ് ഉണ്ട്, റിസർവ് ഫണ്ട്സ് ഉണ്ട്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, ഇൻഷുറൻസ് ഫണ്ട്സ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, റിസർവ് ഫോർ കണ്ടീജൻസീസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം ഡിവിസിബിൾ പ്രോഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരിക്കലും ഡിവിസിബിൾ പ്രോഫിറ്റ്സ് അല്ല. ഇനി ഏതൊക്കെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ്? ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അതെല്ലാം ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഒന്നും തന്നെ ഡിവിസിബിൾ പ്രോഫിറ്റ്സ് അല്ല. റിഡംഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ആണ്. ഇനി പ്രീമിയം പേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആണ്. അപ്പം അതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. നമ്മൾ അറിയാം CRR അക്കൗണ്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നമ്മൾ റിഡംഷൻ നടത്തുമ്പോൾ ക്രിയേറ്റ് ചെയ്യണം. CRR അക്കൗണ്ടിലേക്ക് നമ്മളെപ്പോഴും ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് അതാണ് നമ്മളെപ്പോഴും ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, റീസൺസ് ഫോർ ക്രിയേറ്റിംഗ് CRR. എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി CRR ക്രിയേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റത്തെയാണ് സേഫ് ഗാർഡ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CRR നമ്മളിപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ക്യാപിറ്റൽ മെയിൻ്റനൻസ്. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ക്യാപിറ്റലിന് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് CRR അക്കൗണ്ട് കമ്പനി എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ആദ്യം മുതൽക്കേ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളൊരു റിഡംഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ റിഡംഷൻ നടത്തുമ്പോൾ ക്യാപിറ്റലിനെ അത് വല്ലാതെ ഇഫക്റ്റ് ചെയ്യും, അത് ഷെയർ ഹോൾഡേഴ്സിനെയും ഇഫക്റ്റ് ചെയ്യും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് നോക്കാം. ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ നമ്മൾ ഫോളോ ചെയ്ത പോലെ തന്നെയാണ് ഔട്ട് ഓഫ് പ്രോഫിറ്റിലും വരുന്ന ജേണൽ എൻട്രീസ്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫുള്ളി പെയ്ഡപ്പ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് വേണം ഔട്ട് ഓഫ് പ്രോഫിറ്റിലും റിഡംഷൻ നടത്താൻ. എൻട്രി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂവിൽ വരുന്ന സെയിം എൻട്രി ആണ്. ഞാൻ അതിന്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അതിൽ ഫസ്റ്റ് എൻട്രി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി റിഡംഷൻ്റെ എൻട്രീസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഫോളോ ചെയ്യേണ്ടത്. റിഡംഷൻ രണ്ട് രീതിയിലാണ്, ഒന്ന് പാറിലും സെക്കൻഡ് പ്രീമിയത്തിലും. ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ കമ്പനി റിഡംഷൻ നടത്തുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഫസ്റ്റ് എൻട്രി ആണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അതായത് CRR അക്കൗണ്ടിലേക്ക് കമ്പനി എപ്പോഴും ഫേസ് വാല്യൂ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പാറിലാണെങ്കിലും പ്രീമിയത്തിലാണെങ്കിലും ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ വരുമ്പോൾ നമ്മൾ ഈ ജേണൽ എൻട്രി ആണ് ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഓൺ ദ റിഡംഷൻ ഓഫ് ഷെയർസ് റിഡീം ചെയ്യുന്ന എൻട്രി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് എൻട്രി പേയ്മെന്റിന്റെ എൻട്രി ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ്, ഷെയർസ് പ്രീമിയത്തിനാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എൻട്രി വരുന്നത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ആണ്. തൊട്ട് മുൻപ് നമ്മളത് ഡിസ്കസ് ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു CRR അക്കൗണ്ട്, അത് രണ്ട് സെക്ഷനിലും സെയിം ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രീമിയം പ്രൊവൈഡ് ചെയ്യണം. നമുക്കറിയാം റിഡംഷൻ പ്രീമിയത്തിലാണെങ്കിൽ നമുക്ക് പ്രീമിയം പ്രൊവൈഡ് ചെയ്യണം. അത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ. ഇപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ സഫീഷ്യന്റ് ബാലൻസ് ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്യാം, ക്യാപിറ്റൽ റിസർവ്സും യൂസ് ചെയ്യാം. ദെൻ ഓൺ മേക്കിംഗ് മണി ഡ്യൂ ആവുന്ന എൻട്രി ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ലാസ്റ്റ് എൻട്രി പേയ്മെന്റിന്റെ എൻട്രി
സെയിം തന്നെയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഇങ്ങനെയാണ് റിഡംഷൻ പാറിലും പ്രീമിയത്തിലും വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ജേർണൽ എൻട്രീസ്. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. The following extracts from the balance sheet of Sun Limited as at 31st December 2020 is given to you. ഒരു ബാലൻസ് ഷീറ്റിന്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ്, ഒരു കുറച്ച് പോർഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷെയർ ക്യാപിറ്റൽ 10,000 equity shares of rupees 10 each 1 lakh, 10,000 8% preference shares of rupees 10 each 1 lakh, capital reserve 50,000, general reserve 30,000, profit and loss account 85,000. The company exercises its option to redeem the preference shares on 1st January 2020. Give journal entries. അപ്പോൾ ഇതിൽ ജേർണൽ എൻട്രീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന എൻട്രീസ് ആണ്. അപ്പോൾ ഇവിടെ 10,000 പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. അപ്പോൾ ആ ഷെയർസ് ആണ് നമ്മൾ റിഡീം ചെയ്യേണ്ടത്. ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ ജേർണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ആണ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, ഫേസ് വാല്യൂ ആണ് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതായത് 1 lakh റുപ്പിയാണ് പ്രിഫറൻസ് ഷെയറിൽ ഉള്ളത്. അപ്പം ആ എമൗണ്ട് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 85,000 റുപ്പീസ് ആണുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 85,000 റുപ്പീസ് യൂട്ടിലൈസ് ചെയ്യാം. ദെൻ ബാക്കിയുള്ള എമൗണ്ട് ജനറൽ റിസർവിൽ നിന്നും യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് അപ് ടു 15,000 ടു CRR അക്കൗണ്ട് 1 lakh ട്രാൻസ്ഫർ ടു CRR. അപ്പോൾ ഇങ്ങനെയാണ് ഫേസ് വാല്യൂ എമൗണ്ട് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. നെക്സ്റ്റ് എൻട്രി പാറിലാണ് റിഡംഷൻ. സോ 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു 1 lakh ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1 lakh എമൗണ്ട് ഡ്യൂ ആവുന്ന എൻട്രി. ലാസ്റ്റ് എൻട്രി പേയ്മെന്റിന്റെ എൻട്രി ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു 1 lakh ടു ബാങ്ക് അക്കൗണ്ട് 1 lakh പേയ്മെന്റിന്റെ എൻട്രി. അപ്പൊ ഇങ്ങനെയാണ് പാറിൽ റിഡംഷൻ നടത്തുമ്പോൾ ഫോളോ ചെയ്യേണ്ടത് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ 2 സെക്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ജേർണൽ എൻട്രിയും രണ്ടാമത് ഈ ഒരു തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ റിഡംഷൻ നമ്മൾ റീഡ്രാഫ്റ്റ് ചെയ്യുന്ന ബാലൻസ് ഷീറ്റും ഇവിടെ കാണിക്കണം. അപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്കൊരു എക്സ്ട്രാക്റ്റ് ആണ് ബാലൻസ് ഷീറ്റിന്റെ തന്നിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ 1st April 2020 the board of directors decided to redeem preference shares at 10% premium. അപ്പോൾ premium 10% ആണ്. By utilization of revenue profits and balance from profit and loss account, you are requested to pass journal entries in the books of the company and redraft balance sheet. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഫസ്റ്റ് നമുക്കറിയാം ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ ഫേസ് വാല്യൂ എമൗണ്ട് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 2,500 shares of rupees 40 each, അതായത് 1 lakh rupees ആണ് കമ്പനി CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെ യൂസ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പനി യൂസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് നോക്കാം. 1 lakh rupees തന്നെ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യവും 1 lakh rupees ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം യൂസ് ചെയ്ത് നമുക്ക് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കുറച്ച് കാൽക്കുലേഷൻസ് ആണ്. എമൗണ്ട് പേയബിൾ ഓൺ റിഡംഷൻ നമുക്കറിയാം ഫേസ് വാല്യൂ 1 lakh rupees ആണ്. ദെൻ പ്രീമിയത്തിനാണ് കമ്പനി റിഡീം ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ 1 lakhന്റെ 10%, പ്രീമിയം 10% ആണ്. സോ 10,000. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,10,000 റുപ്പീസ് കമ്പനി റിഡംഷൻ നടത്തണം. ഇനി നമുക്ക് ജേർണൽ എൻട്രീസ് നോക്കാം. CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ 1 lakh ടു CRR അക്കൗണ്ട് 1 lakh ട്രാൻസ്ഫർ ടു CRR. അതായത് ഫേസ് വാല്യൂ നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നെക്സ്റ്റ് എൻട്രി കമ്പനി പ്രീമിയത്തിനാണ് റിഡംഷൻ നടത്തുന്നത്. അപ്പോൾ പ്രീമിയം എമൗണ്ട് പ്രീമിയത്തിൽ നിന്ന് തന്നെ കമ്പനി റിഡീം ചെയ്യണം. അപ്പോൾ എൻട്രി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ നമുക്ക് അടയ്ക്കാനുള്ളത് 10,000 ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. കമ്പനിയുടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം 15,000 റുപ്പീസ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കമ്പനി 10,000 റുപ്പീസ് എടുത്ത് പ്രീമിയം പേ ചെയ്യാണ്. അതാണ് ഈ എൻട്രി. റിഡംഷൻ പ്രീമിയത്തിൽ ചെയ്യുന്ന എൻട്രി ആണ്. 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh, പ്രീമിയം 10% ആണ്. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,10,000 എമൗണ്ട് ഡ്യൂ ആവുന്ന എൻട്രി. നെക്സ്റ്റ് എൻട്രി പേയ്മെന്റിന്റെ എൻട്രി ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് പേയ്മെന്റ്. അപ്പൊ ഇങ്ങനെയാണ് ജേർണൽ എൻട്രീസ്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് പുതിയതായിട്ടൊരു ബാലൻസ് ഷീറ്റ്
റീഡ്രാഫ്റ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് പുതിയതായിട്ട് ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റ്. ഇതിൽ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനാണുള്ളത് 6 lakh. ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുള്ള എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അതില്ലാത്തത് നമ്മളത് റിഡംഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി പ്രിഫറൻസ് ഷെയർസ് കമ്പനിയിൽ ഉണ്ടായിരിക്കില്ല. ദെൻ അതർ ഇക്വിറ്റിയിൽ അണ്ടറിൽ വരുന്നത് ക്യാപിറ്റൽ റിസർവ്, നമ്മൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല, അപ്പൊ ആ എമൗണ്ട് അങ്ങനെ തന്നെ എഴുതാം 10,000. ദെൻ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ ടോട്ടൽ 15,000 ആണ് ഉണ്ടായിരുന്നത്. അതിൽ 10,000 റുപ്പീസ് പ്രീമിയത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തു, അപ്പൊ അത് ലെസ് ചെയ്തിട്ടുള്ള 5,000. ദെൻ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, കമ്പനി അതൊന്നും യൂസ് ചെയ്തിട്ടില്ല, ആ എമൗണ്ട് ഡയറക്റ്റ് ചെയ്താം 25,000. ദെൻ ജനറൽ റിസർവ് കമ്പനി യൂസ് ചെയ്തിട്ടില്ല, എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ 50,000. ദെൻ CRR അക്കൗണ്ട്, കമ്പനിക്ക് ക്വസ്റ്റനിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഉണ്ടായിരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 1 lakh റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 1 lakh റുപ്പീസ് എടുത്തിട്ടാണ് കമ്പനി CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം ജനറേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു അക്കൗണ്ട് ആണ് CRR അക്കൗണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. CRR അക്കൗണ്ട് 1 lakh, ടോട്ടൽ 1,90,000. ദെൻ കറണ്ട് ലയബിലിറ്റീസ് നമ്മളൊന്നും യൂസ് ചെയ്തിട്ടില്ല, 1 lakh, ടോട്ടൽ ചെയ്യുമ്പോൾ 8,90,000. ദെൻ അസറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നോൺ കറണ്ട് അസറ്റ്സ് 8 lakh. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് 2 lakh റുപ്പീസ് ഉണ്ടായിരുന്നു. നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റിഡംഷന്റെ സമയത്ത് 1,10,000 റുപ്പീസ് പേയ്മെന്റ് നടത്തി. അപ്പൊ ആ എമൗണ്ട് അതിൽ നിന്ന് ലെസ് ചെയ്ത് ബാക്കി 90,000 റുപ്പീസ് എഴുതാം. ടോട്ടൽ അസറ്റ്സും 8,90,000 ആണ്. അപ്പോൾ പുതിയതായിട്ടൊരു ബാലൻസ് ഷീറ്റ് റീഡ്രാഫ്റ്റ് ചെയ്യാൻ ഈസിയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ബാലൻസ് ഷീറ്റ് നമുക്ക് റീഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ വരുന്ന 2 ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. ഒന്ന് ജേണൽ എൻട്രി മാത്രമായിട്ടും ചോദിക്കാം, 2 ബാലൻസ് ഷീറ്റ് റീഡ്രാഫ്റ്റ് ചെയ്യാനും പറയാം. അപ്പോൾ എല്ലാവരും പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും.